നമ്മളിപ്പോ വോട്ട് ചോദിക്കാനാ വീടുകളിലോട്ട് കയറുന്നത്. അപ്പൊ അവർക്ക് നമ്മളോടൊരു സഹതാപം തോന്നി വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചിരിച്ച മുഖത്തോട് വേണം ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ. നിങ്ങളൊന്ന് ചിരിച്ചേ. ഇങ്ങനെ ചിരിച്ച വോട്ടല്ല, കോപ്പ് കിട്ടും. അങ്ങനല്ല, ഇതാ നോക്കണം. നമ്മള് തന്നെ ഇങ്ങനെ കൈ കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, എന്നും പറഞ്ഞ് വേണം ആ വീട്ടിലോട്ട് കയറി ചെല്ലാൻ. അത് മാത്രമല്ല, ഇനി ആ വീട്ടിൽ കയറി ചെന്നതിന് ശേഷം കൊച്ചു കുട്ടികൾ വല്ലോ അവിടെ മൂക്കളെ ഒലിപ്പിച്ചിരിക്കുവാണെങ്കിൽ അവിടെ മൂക്കളെ വിഴിഞ്ഞാൻ കളഞ്ഞ അയ്യേ വോട്ട് വേണ്ടായോ? വേണം. അപ്പൊ അത് ചെയ്യണം. അതുപോലെ നീ കൊച്ചു കുട്ടികൾ വല്ലതും തൂറിയിട്ട് നിൽക്കുവാണെങ്കിലോ ചന്തി കഴുകി കൊടുക്കണം. അങ്ങനെ വേണം, ചെയ്യണം. ഇനി അവിടുത്തെ ചേട്ടൻ ഈ വിറക് കീറിക്കൊണ്ട് നിൽക്കുവാണെങ്കിൽ ആ കോടാലി മേടിച്ച് നമ്മൾ വിറക് കീറി കൊടുക്കണം. ചേച്ചി കുളിച്ചോണ്ടിരിക്കുവാണെങ്കിലോ നമ്മൾ കയറി അങ്ങ് എടാ ഇറങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ശരി മെമ്പർ. എവിടെ പോവാ? ഞാൻ മുൻപിൽ, നിങ്ങൾ എന്നും എന്റെ പുറകിലായിരിക്കണം. കിളികൾ പാടണം, പുതിയ പുലരി കാണണം. നമസ്കാരം. ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക. എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. പണ്ട് വോട്ടിന് കണ്ടതാ, പിന്നെ നിന്നെയൊക്കെ ഇപ്പോഴാ കാണുന്നത്. നിനക്ക് വോട്ട് ചോദിക്കാൻ വന്നേക്കും. വീട്ടിൽ കയറിയാലോ? ഇവിടെ കയറണ്ട. മറ്റേ പാർട്ടിയുടെ ആളാ. പണ്ട് എന്റെ അടുത്തൊരു കക്കൂസി ചോദിച്ചായിരുന്നു, ഞാൻ കൊടുത്തില്ല. നമ്മ വോട്ട് ചെയ്യാത്തവനൊക്കെ അയ്യത്ത് പോലും തൂറിയാ മതി. വീട്ടിൽ കയറാം. നമ്മുടെ വോട്ടാ. വോട്ടെല്ലാം കൊടുക്കണം നാട്ടാരെ കൂട്ടമായി, നമ്മുടെ സാരഥി ഇതാ വരുന്നേ കണ്ടോ, വികസന വിജയത്തിൽ മുന്നോട്ട് കുതിക്കുന്ന. എവിടെയോ കണ്ട് നല്ല പരിചയം. മെമ്പർ, ഈ വാർഡിന്റെ മെമ്പർ. മെമ്പർ ഈ വാർഡിന്റെ 4.5 വർഷം മുമ്പേ ഇവിടെ വന്ന് വോട്ട് വയ്ക്കാൻ തൂറിയിരുന്ന കൊച്ചിനെ ചന്തി കഴിച്ചിട്ട് പോയതാ. പിന്നെ ഇപ്പഴാ മെമ്പറെ കാണുന്നത്. ഞാൻ ഈ വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, നാട്ടുകാർ പറയുന്നുണ്ട്. മെമ്പറുടെ വീടും പരിസരവും ഒക്കെ നല്ലപോലെ വികസിച്ചിട്ടുണ്ട്. ഒരാളൊരു കാര്യം ചെയ്യും, ആണ്ടാ എഴുത്തിൽ ചാണാമാരി എഴുത്തിൽ വൃത്തിയാക്കും. നീ ഒരു കാര്യം ചെയ്യും, പശുവിനെ കുളിപ്പിക്കും. എന്തത്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ഇവിടെ ഞാൻ ചെയ്തോളാം. മെമ്പർ നമ്മുടെ പണി നോക്ക്. അപ്പൊ ഞാൻ നിക്കണോ പോണോ? വയ്ക്കോ, നേരത്തെ വിട്ടോ. പിന്നെ നല്ല മഴക്കൂരാപ്പുണ്ട്. എല്ലാരും സ്ഥലം വിട്. പോ വയ്ക്കോ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഏത് വീട്ടിൽ ചെന്നാൽ ഇതാളുടെ മെമ്പർ അവസ്ഥ. ജയിച്ചപ്പോഴേ വാർഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടായിരുന്നു. ചിരിച്ച് കയ്യും പൊക്കിയൊക്കെ നടന്നാലൊന്നും വോട്ട് കിട്ടത്തില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? എന്നാ ഞാൻ പോകുന്നു. അല്ല ഞാനും ഇല്ല. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോലെ. നാടിന് മുന്നേറ്റം വേണം, അതിന് കരുത്തുള്ള നേതാവ് വരണം.